ഞാൻ 15 ദിവസം മുമ്പ് എയർ ലെയർ ചെയ്ത പേരയുടെ തണ്ട് മുറിച്ച് പുതിയ ബക്കറ്റിലേക്ക് കൃഷി ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് ഞാൻ കുറച്ച് മണ്ണ് മിശ്രിതം പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗ്രോ ബാഗിൽ നിന്നെടുത്ത കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റാണിത്. കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം, ഇത്രയും സാധനങ്ങളാണ് നമ്മളത് ഈ തൈ നടുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കാണ് ചേർക്കുന്നത്. രണ്ടാമത് ചാണകപ്പൊടി, അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇതുപോലെ നോക്കി ഈ മണ്ണ് നല്ലോണം മിക്സ് ചെയ്യും. കൂടാതെ നമുക്ക് മണ്ണിൻ്റെ pH വാല്യൂ നിലനിർത്തുന്നതിന് വേണ്ടി കുമ്മായം തൂവി കൊടുക്കുന്നത്. അതുപോലെ കുമ്മായം തൂവി മണ്ണിൻ്റെ pH ലെവൽ, അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടാണ് ഈ കുമ്മായം നമ്മൾ ചേർക്കുന്നത്. ഇതിനെ മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് മണ്ണുമായിട്ട് കൃത്യമായിട്ട് യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ചട്ടിയിൽ നിറയ്ക്കാനായിട്ട്. അത് ഏത് കൃഷി, നമ്മൾ പച്ചക്കറി ഏത് കൃഷി ചെയ്താലും ഇതുപോലെ തന്നെ മണ്ണും ഈ മിശ്രിതം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചെടിച്ചട്ടിയിൽ നിറയ്ക്കുക, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഈ അടിസ്ഥാനമായ ഒരു വളമാണ് ചെടിയുടെ ആദ്യത്തെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. നല്ല വളർച്ച കിട്ടണമെങ്കിൽ അടിസ്ഥാന വളം നന്നായിട്ടിരിക്കും. മഴ കാരണം മണ്ണ് ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് കുമ്മായപ്പൊടി വിതറി കൊടുക്കുക. അതുപോലെ എല്ലാ വളങ്ങളും നമ്മൾ തൂവി കൊടുക്കും. നല്ലതാണ്. കുറച്ച് വേപ്പും പിണ്ണാക്കും. അടുത്ത എയർ നമ്മൾ പിന്നെയും മണ്ണ് നിറയ്ക്കണം. മഴ കാരണം ആണ് താമസിച്ചത്. കാലത്തെ തന്നെ ചെയ്യേണ്ട ജോലിയായിരുന്നു ഇത്. തുലാവർഷം തുടങ്ങിയത് കൊണ്ട് നമുക്ക് മഴയുടെ പ്രശ്നമുണ്ട്.
നന്നായിട്ട് മണ്ണ് നിറച്ച് കൊടുത്ത് വേണം തൈ നടാൻ. അതുപോലെ നിങ്ങളെല്ലാവരും ചെറിയ ചെറിയ ചെടിച്ചട്ടികളും പച്ചക്കറി കൃഷികളും വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കി കൃഷി ചെയ്യുക. രോഗങ്ങളിൽ നിന്ന് നമുക്ക് വളരെയധികം മുക്തി നേടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കൃഷിയുടെ ആദ്യത്തെ പടി. ശരി, ബൈ ഫ്രണ്ട്സ്.